തിരുവചന ഭാഗങ്ങളിലേക്ക് നമ്മെ ശ്രദ്ധയെ തിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് ചില ശുശ്രൂഷകളൊക്കെ ചെയ്തെടുക്കേണ്ടതുണ്ട്. 1-2 അറിയിപ്പുകളുണ്ട്. ചില കാര്യങ്ങൾ സമയമെടുത്ത് പ്രസ്താവിക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ ദീർഘമായി ശുശ്രൂഷിപ്പാനായിട്ട് സമയം കണ്ടെത്തുന്നില്ല. മറിച്ച് സ്തോത്രം സങ്കീർത്തനഭാഗങ്ങളിൽ ചില ചിന്തകൾ മാത്രം, നുറുങ്ങു ചിന്തകൾ പങ്കുവെച്ച് സ്തോത്രം മറ്റുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. വൈകിയവേളയിൽ നമുക്ക് തിരുമേശ്വര ശുശ്രൂഷകളുമുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. കടന്നു വന്ന ദൈവജനത്തിനെ ആയിട്ട് ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. തുടർന്ന് നാം വായിച്ച ഈ സങ്കീർത്തന ഭാഗം 129 മുതൽ 136 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. എബ്രായ പദത്തിൽ നാം അവിടെ കാണുന്നു. ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ് കുഞ്ഞുങ്ങളെ? പേ എന്നാണ്. സ്തോത്രം. ഇതിൻ്റെ അർത്ഥം വായ, മൗത്ത് എന്നുള്ള ഒരു പദമാണ് കാണാൻ കഴിയുന്നത്. വായ എന്നുള്ള ഒരു പദമാണ്. സ്തോത്രം. ഈ 8 തിരുവചന ഭാഗങ്ങളിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവസ്നേഹത്തെ താൻ വായിൽ കൂടെ പുറത്തോട്ട് പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഒരു സമ്മറി, 8 തിരുവചന ഭാഗങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ആമേൻ, ഹല്ലേലൂയ. ദ ഫീലിങ്സ് വിച്ച് ഈസ് ഇൻസൈഡ് ഓഫ് എ പേഴ്സൺ വിച്ച് ഈസ് എന്താണ് എക്സ്പ്രസിങ് ത്രൂ ഔട്ട് ദ മൗത്ത്. വായിൽ കൂടെ അതിനെന്താണ് എക്സ്പ്രസ് ചെയ്യുക, അതിനെ പുറപ്പെടുവിക്കുക, പറയുക. പ്രൈസ് ഗോഡ്. നാം ഏവരും ഇത്ര നേരം കൈ ഉയർത്തിയും എഴുന്നേറ്റ് നിന്നും കൈയടിച്ചും ഒക്കെ നാം നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്നുള്ളായ വിഷയത്തെ നാം എക്സ്പ്രസ് ചെയ്തു, അല്ലേ? ദൈവസന്നിധിയിൽ എക്സ്പ്രസ് ചെയ്തവരൊക്കെ ഉണ്ടോ? സ്തോത്രം. ഹൃദയത്തിനകത്ത് ഇൻസൈറ്റ്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങളുടെ അകക്കാഴ്ചകൾ എന്തായിരുന്നു? കൈ ഉയർത്തിയപ്പോൾ, കൈയടിച്ചപ്പോൾ, ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഏത് നിലയിലുള്ള ഇൻസൈറ്റുകളായിരുന്നു, അകക്കാഴ്ചകളായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്? ഇന്ന് വീട്ടിൽ പോയിട്ട് എന്ത് കഴിക്കുമെന്നുള്ള അകക്കാഴ്ചയായിരുന്നു? അല്ലെങ്കിൽ നാളെ ഈ പരീക്ഷ എങ്ങനെ എഴുതുമെന്നുള്ള അകക്കാഴ്ചയായിരുന്നു? അല്ലെങ്കിൽ നാം പാടിയതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഉയർത്തിയ നാഥ എന്നുള്ള അകക്കാഴ്ചയായിരുന്നുവോ ഈ പകൽ നാം പ്രാപിച്ചത്? അങ്ങനെയെങ്കിൽ സ്തോത്രം, നാം പാടിയ പാട്ടിനും നാം പറഞ്ഞ വാക്കുകൾക്കും സ്വർഗം കണക്കിട്ടിട്ടുണ്ട്. അത് അനുഗ്രഹമായ ദിവസം നമ്മളിൽ കടന്നു വരട്ടെ. 132 തിരുവചന ഭാഗത്തിൽ ഒന്ന് അല്പസമയം നിൽപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന് വായിച്ചാട്ടെ. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. ഇത് എഴുതിയ സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതയാത്രയിൽ ചില തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനങ്ങൾ പാളിപ്പോയപ്പോൾ ഹൃദയത്തിനകത്ത് വലിയ ഭാരം തൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി? ഒരിക്കലും അരുതാത്ത ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ തനിക്ക് ദൈവത്തിൽ നിന്ന് ഏറിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് കടന്നു വന്നു. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. സ്തോത്രം. 2 ശമൂവേലിന്റെ പുസ്തകം 24 അധ്യായം അതിൻ്റെ 14 വാക്യം ഒരാളൊന്ന് വായിച്ചാട്ടെ. ദാവീദ് ഇപ്രകാരം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സങ്കീർത്തന ഭാഗങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം പറയുകയാണ്. ദാവീദ് പറയുക, ഞാൻ വലിയ വിഷമത്തിലായി, ഞാൻ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. സ്തോത്രം. ആ പ്രതിസന്ധി തൻ്റെ നേരെ കയറി വന്നതല്ല, തൻ്റെ തെരഞ്ഞെടുപ്പ് കൊണ്ട് സംഭവിച്ച ഒരു പാളിച്ചയാണ്. തൻ്റെ തെരഞ്ഞെടുപ്പ് കൊണ്ട് ജീവിതത്തിൽ സംഭവിച്ച ഒരു പാളിച്ചയാണ് അവിടെ നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ കാര്യങ്ങളൊക്കെ സുഖകരമായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പോകുമ്പോൾ തന്നെ എവിടെയോ എന്തൊക്കെയോ ചില പാളിച്ചകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നു വരാറുണ്ട്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഒരു പക്ഷേ അതിൽ നിന്ന് മാറി നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയും. എന്നാൽ ചില സമയങ്ങളിലെ ബുദ്ധിമോശം കൊണ്ടോ ചില തിരഞ്ഞെടുപ്പ് കൊണ്ടോ വരുന്ന പാളിച്ചകൾ, ഈ ഭക്തൻ പറയുന്നത്, പ്രിയപ്പെട്ടവനെ ഞാൻ വലിയ വിഷമത്തിലായിരിക്കുക, അല്ലേ? ഈ പകൽ അങ്ങനെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? വലിയ വിഷമത്തിലായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് വായിച്ചാട്ടെ. നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ. മനുഷ്യന്റെ കയ്യിൽ ഞാൻ വിഴരുതേ
എന്ന് ഈ ഭക്തൻ അവിടെ പറയുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്താ, എന്തുകൊണ്ടാണ് ഈ ഭക്തൻ ഇങ്ങനെ പറയുന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ പല ആവർത്തി ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇസ്രായേൽ ജനത്തെ എണ്ണുവാൻ തൻ്റെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹം വന്നു. പ്രൈസ് ഗോഡ്. എണ്ണുന്നത് തെറ്റാണോ തെറ്റല്ലയോ എന്നുള്ളതൊക്കെ നാം നോക്കുമ്പോൾ അത് ജനത്തെ എണ്ണുന്നത് കൊണ്ട് എന്താ തെറ്റ് എന്ന് നമുക്ക് തോന്നണം അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ സെൻസസ് എടുക്കുന്നുണ്ട്, ഞാൻ പല കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ എണ്ണി കഴിയുമ്പോൾ ജനത്തിൻ്റെ സ്ട്രെങ്ത് കാണുമ്പോൾ രാജാവിൻ്റെ ഹൃദയം ഒന്ന് അഹങ്കരിക്കാൻ ചിലപ്പോൾ ഇടവരും. ഇത്രയും ആളുകളുടെ രാജാവായിട്ട് ഞാൻ ഈ സിംഹാസനത്തിൽ ഇരിക്കുകയല്ലേ, ഞാൻ നിസ്സാര പുള്ളിയൊന്നും അല്ലല്ലോ. സംഗതി ഞാൻ ആടിനെ മേച്ച് നടക്കുകയും സിംഹത്തെ കരടിയെയും ഒക്കെ ഞാൻ എന്ത് ചെയ്തു, നിലം പരിചയാക്കിയതാ. സംഗതിയൊക്കെ ശരിയാ. എന്നാൽ ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒന്നും രണ്ടും പേരാണോ? ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനമ, അതും ആയുധവാഹകരും യുദ്ധം ചെയ്യുവാൻ കഴിയുന്നവരും ഒരു വലിയ കൂട്ടമുണ്ട്, അതും ലക്ഷക്കണക്കിന് ഉണ്ട്. അപ്പോൾ മൊത്തം പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ വലിയൊരു കൂട്ടത്തിൻ്റെ രാജാവായി ഈ സിംഹാസനത്തിൽ ചെങ്കോലും തലയിൽ നല്ല കിരീടമൊക്കെ വെച്ചിരിക്കുമ്പോൾ ഞാൻ ആരാ പുള്ളി എന്നുള്ളൊരു ചോദ്യം ഹൃദയത്തിൽ വന്ന് അഹങ്കരിക്കുവാൻ ഒരു സാധ്യതയുണ്ട്. സ്തോത്രം. എന്നാൽ ഇസ്രായേലിൻ്റെ രാജാവായി ദൈവം തന്നെ നടകൊള്ളുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ മനുഷ്യൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്ക് എന്തു വേണം, ഒരു രാജാവ് വേണമെന്ന്. ദൈവം ആഗ്രഹിക്കാത്ത, തൻ്റെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കാത്ത ഒന്നിനെ മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കൊടുക്കുകയാണ് കേട്ടോ. ശ്രദ്ധിക്കണമേ, നമ്മുടെ പല പ്രാർത്ഥനകൾക്കും ഉത്തരം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ ഒത്തിരി നിർബന്ധിക്കുമ്പോൾ ദൈവം തരുന്നതാ. സ്തോത്രം. പിന്നെ പിൽക്കാലത്ത് നമുക്കതൊരു മുൾക്കിരീടമായി തീരും. പിൽക്കാലത്ത് അല്ലേ, ദൈവം ഇസ്രായേലിനെ രാജാവായി നടത്തിയപ്പോൾ അവർക്ക് എന്തുണ്ടായില്ല, അവരുടെ കാലിലെ ചെരുപ്പ് എന്ത് ചെയ്തില്ല, തേഞ്ഞു പോയില്ല. അവരുടെ വസ്ത്രം എന്ത് ചെയ്തില്ല, ജീർണിച്ചു പോയില്ല. മുമ്പടയായി പിമ്പടയായി ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അമേൻ. സ്തോത്രം. കഴിഞ്ഞില്ല. മന്ന പൊടിച്ചു കൊടുത്തു, കാടാപക്ഷിയെ കൊടുത്തു. ഇതെല്ലാം നമുക്കറിയാവുന്ന സംഭവങ്ങളാണ്. ദൈവം അവരുടെ നായകനായി അവരുടെ മുമ്പിൽ നടന്നപ്പോൾ ഒന്നിനും കുറവില്ലാത്തവരായി ദൈവിക സംരക്ഷണത്തിലായിത്തീർന്ന ജനം മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്കും ഒരു രാജാവ് വേണമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗം പറയുക, ഞാൻ തന്നെയാണ് നിങ്ങളുടെ രാജാവ്. എന്നാൽ അവരുടെ പിടിവാശിക്ക് മുമ്പിൽ സ്വർഗം അതിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്കത് എന്തായി തീർന്നു? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അത് വലിയ പാറയായി തീർന്നു. എന്തായി തീർന്നു? വലിയ പാറ. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, താങ്ങാൻ പറ്റാത്ത വലിയ പ്രതിസന്ധിയായി രാജാവിനെ കിട്ടിയത്. നമ്മുടെ ഈ ദാവീദോ സ്തോത്രം ഒന്ന് എണ്ണരുതെന്ന് പറഞ്ഞിട്ടുള്ളത്, എന്നാലൊന്ന് എണ്ണി. എന്നാൽ പ്രവാചകൻ വന്ന് പറയുക, 3 ശിക്ഷ നിന്റെ മുമ്പിൽ തരികയാണ്. എന്നാൽ ഈ ഭക്തൻ പറയുന്ന കാര്യം, ഏതായാലും ഞാൻ തെറ്റ് ചെയ്തു, ഏതായാലും ഞാൻ ഇപ്പോൾ വലിയ വിഷമത്തിലാണ്, അരുത് എന്ന് പറഞ്ഞതിന് ഞാൻ ചെയ്തു. അതിൻ്റെ അർത്ഥം, അതിൻ്റെ റിസൾട്ട് എന്താണ്? വിഷമത്തിലായി. നമ്മുടെ പല വിഷമത്തിനും കാരണം കേട്ടോ. അമേ സ്തോത്രം. സഹോദരനോ സഹോദരിയോ നമ്മെ പറ്റി പറഞ്ഞ വിഷയമല്ല, നമ്മുടെ തെരഞ്ഞെടുപ്പാണ് വിഷയം. നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. നാം ആയിരിക്കുന്ന പ്രതിസന്ധിയിലായിരിക്കുന്നത് നാം തെരഞ്ഞെടുപ്പിൽ വന്ന പാളിച്ചിയ. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണേ, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ. ആമേൻ. ഹല്ലേലൂയ. ദൈവവചനത്തിനകത്ത് ആമേൻ നിനക്കുള്ള നേർവഴി നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ശുദ്ധമായൊരു തെരഞ്ഞെടുപ്പിനുള്ള ആമേൻ ഹല്ലേലൂയ വിഷയങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പിൽ പാളിച്ചകൾ കടന്നു വരുവാനിടവരരുത്. സ്തോത്രം. നമ്മുടെ ഹയർ സ്റ്റഡീസിനോടുള്ള ബന്ധത്തിലോ നമ്മുടെ ഭാവിയോടുള്ള ബന്ധത്തിലോ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴോ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ബന്ധത്തിലോ ഒരു നല്ല കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ സെലക്ട് ചെയ്യുമ്പോഴോ ആമേൻ പാളിച്ചകൾ കടന്നു വന്നാൽ പിന്നത്തേതിൽ എന്തു ചെയ്യും? അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരും. ഇവിടെ ദാവീദിന്റെ ഭാഷ പറയുന്നത് എന്താണ്? ആമേൻ, ഞാൻ വലിയ വിഷമത്തിലായി. എന്നാൽ ഇനി എന്തേ പ്രതിവിധിയുള്ളൂ? ദൈവത്തിൻ്റെ കയ്യിൽ. കാരണം എന്താണ്? ദൈവത്തിൻ്റെ കയ്യിൽ വീണ് കഴിഞ്ഞാൽ സ്തോത്രം ദൈവം എന്ത് ചെയ്യും? തൻ്റെ ക്രോധം എന്നിൽ നിന്ന് മാറ്റുവാൻ കഴിയുന്ന ദൈവമാ. ദൈവത്തിൻ്റെ കയ്യിൽ വീണ് കഴിഞ്ഞാൽ, അവൻ്റെ മുമ്പിലൊന്നും നെടുമ്പാട് വീണ് കരഞ്ഞാൽ അവൻ അതിൽ നിന്ന് ചില മാറ്റങ്ങൾ നൽകുന്ന ദൈവമാ. ഈ പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ജീവിതമേ, ആമേൻ, ആ ജീവിത യാത്രയിൽ വന്നുപോയ പാളിച്ചകൾ ഒരു പ്രതിസന്ധിയായ ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ ഭാരപ്പെടണ്ട. അവൻ്റെ സന്നിധിയിൽ ഒന്ന് കവിണ്ണ് വീണാൽ മതി. അവൻ്റെ സന്നിധിയിൽ ഒന്ന് മുഴങ്കാലെ നിന്ന്
വന്നാൽ മതി, അവന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിപ്പാൻ ഒരുമ്പിട്ടാൽ മതി. നിനക്കെതിരെ നിൽക്കുന്ന പ്രതികൂലത്തെ, നിനക്കെതിരെ നിൽക്കുന്ന പ്രതിസന്ധിയെ, ആമേ വിഷമ ഘട്ടത്തെ അത് മാറ്റി, ആമേ നിന്റെ മാറായെ മധുരമാക്കി തീർക്കുവാൻ, നിന്റെ രട്ടിനെ മാറ്റി നിന്നെ വിലാപ വസ്ത്രമെടിപ്പാൻ. പ്രൈസ് ഗോഡ്. അപ്പത്തിന്റെ നാടായ ആമേൻ ബത്ലഹേം വിട്ടു പോകുവാൻ നൊവോമിയുടെ ഭവനത്തോട് ആരും പറഞ്ഞതല്ല, സ്വന്തമായി എടുത്ത ഒരു തീരുമാനമാണ്, ഒരു സെലക്ഷൻ. അവിടെ വന്നൊരു പാളിച്ച, നഷ്ടപ്പെട്ടത് കുടുംബത്തിനകത്ത് നല്ല ഒന്നാന്തരം ആൺതരികൾ എന്തു ചെയ്തു? നഷ്ടപ്പെട്ടു. ആമേ സ്തോത്രം. ഇന്ന് ആ കുടുംബത്തിനകത്ത് ആൺതരികൾ എന്ന് പറയുവാൻ ആരുമില്ല. എടുത്ത ഒരു തീരുമാനം, എന്തായിരുന്നു തീരുമാനം? വന്ന ക്ഷാമം കണ്ടേച്ച് എടുത്ത ഒരു തീരുമാനമാ ഈ ദേശം വിട്ടു പോകാമെന്ന്. പക്ഷേ അതിനു മുമ്പിൽ ദൈവത്തിന്റെ കരം പ്രതികൂലമായി നിന്നു. എന്നാൽ കുറെ നാളുകൾക്ക് ശേഷം അവൾ മടങ്ങി വരുമ്പോൾ, ആമേ സ്തോത്രം, ഇതാ ഞാൻ നിറഞ്ഞവളായി പോയി, ഇപ്പോൾ അതാ ഒന്നുമില്ലാത്തവളായി ഞാൻ കടന്നു വരികയാ. ആമേൻ. ഇനി എൻ്റെ പേർ എന്താണ്? മാറയെന്ന, കൈപ്പുള്ളവളെന്നാണ്. അവിടെ സ്വർഗം പറഞ്ഞു, ആമേൻ, നീ ബത്ലഹേമിലേക്ക് മടങ്ങി വന്നാൽ അവിടെ നിനക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. എന്ന് തിരിച്ച് കടന്നു വരുന്നുവോ ദാവീദേ, നവോമിയെ, എന്ന് നീ തിരിച്ച് എൻ്റെ സന്നിധിയിൽ കടന്നു വരുമോ, ആമേൻ, when you will come back to my presence, ആമേൻ, there will be a redeemer for you. നിനക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഈ പകൽ എടുത്ത തീരുമാനങ്ങൾ പലതും പാളിച്ചകളെന്ന് ചിന്തിക്കുമ്പോൾ അതിന് മധ്യേ കടന്നു വരുവാൻ, തിരിച്ച് ദൈവസന്നിധിയിലേക്ക് ആമേ കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുന്ന മനസ്സിനെ, വ്യക്തി ജീവിതത്തെ, ആമേ സ്വർഗം പറയുന്നു, ഞാൻ ഉപേക്ഷിക്കുകയില്ല. ആമേൻ. നീ എവിടെ നിന്ന പാത്രമായി, എവിടെ നീ ഒന്നുമില്ലാത്തവളായി തീർന്നു, അവിടെ നിന്നെ ഉയർത്തുവാൻ, അവിടെ നിന്നെ ശക്തീകരിപ്പാൻ, അവിടെ നിന്നെ ബലപ്പെടുത്തുവാൻ, അവിടെ നിന്നെ നന്മ കൊണ്ട് വായിക്ക് തൃപ്തി വരുത്തുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തെയാ ഈ പകൽ ജനം ആരാധിക്കുന്നത്. നിങ്ങൾ അടുത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന് നിങ്ങളുടെ സ്ഥിതിയെ മാറ്റുവാൻ, നിങ്ങളുടെ പ്രതിസന്ധിയെ മാറ്റുവാൻ, നിങ്ങളുടെ നിന്ദയെ മാറ്റുവാൻ, ആമേൻ, ഹല്ലേലൂയ, ഈ നല്ല ദൈവത്തിന് കഴിയും. അവൻ നിങ്ങളെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. തിരുനാമത്തെ നാം വായിച്ച വചനം ഇപ്രകാരമാ, ആമേ സ്തോത്രം, തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നതുപോലെ. പ്രൈസ് ദി ലോർഡ്. എന്താണ് തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്തിട്ടുള്ളത്? ഉൽപ്പത്തി പുസ്തകം മുതൽ തുടർന്ന് അങ്ങോട്ട് 66 പുസ്തകങ്ങളിൽ കൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണുവാൻ കഴിയും. ആമേ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം. ആമേ സ്തോത്രം. നിന്റെ അപ്പനെ പിതൃദേശത്തെ വിടുവാൻ പറഞ്ഞവൻ പിതൃദേശത്തെ വിട്ട്, ആമേൻ, ഏകനായി ആമേ കാലുകൾ വെച്ച് പുറത്തോട്ട് വന്നപ്പോൾ അവനെ സ്വർഗം ഏകനായി ഇറങ്ങിയവനെ അവനെ മഹാജാതിയാക്കി തീർത്തു. തിരുനാമത്തെ സ്നേഹിച്ച് സ്വന്തമായ ദേശം വിട്ടതിന് സ്വർഗം എന്ത് ചെയ്തു? ആമേൻ, വലിയ ജാതിയാക്കിയെങ്കിൽ ഈ പകൽ തിരുനാമത്തെ സ്നേഹിക്കുന്ന ജീവിതമേ, അത് കൂരുളിന്റെ താഴ്വരയാകട്ടെ, അത് മരണത്തിന്റെ ഭാഷങ്ങൾ ചുറ്റുന്ന അനുഭവമാകട്ടെ, ആമേൻ, ഹല്ലേലൂയ, അസ്ഥികളുടെ താഴ്വരയാകട്ടെ, സ്വർഗം പറയുന്നു, നീ എന്നെ സ്നേഹിച്ചാൽ, നീ എന്നെ അതെ എന്നോടുകൂടെ ചേർന്ന് നിന്നാൽ, നീ എന്നോടുകൂടെ ആമേൻ സഹവാസം കഴിച്ചാൽ, നീ എന്റെ കൂടാരത്തിനകത്ത് പാർത്താൽ, ആമേൻ, ഹല്ലേലൂയ, നീ രാപ്പകൽ എന്നെ ധ്യാനിച്ചാൽ ഞാൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. ഏത് പ്രതിസന്ധി ആകട്ടെ അതിന്റെ മധ്യേ നിന്നെ ഞാൻ ആമേൻ പുലർത്തുന്ന ദൈവമാ. തിരുനാമത്തെ സ്നേഹിച്ചവന് കുണ്ടറ വിഷയമല്ലെന്ന്. യോസഫേ, നിനക്ക് ലഭിച്ച സ്വപ്നം, ആമേൻ, ഹല്ലേലൂയ, അത് പറയുവാൻ കൽപ്പുള്ളവനാ. പക്ഷേ അവൻ തിരുനാമത്തെ സ്നേഹിക്കുന്ന പ്രതി സഹോദരന്മാർ വെറുത്തു, കുണ്ടറയിലാകപ്പെട്ടു. പക്ഷേ സ്വർഗം അവനെ കൈവിടില്ല. എത്രത്തോളം അവനെ താഴ്ത്തിയോ അത്രത്തോളം സ്വർഗം അവനെ ഉയർത്തി. ദാനിയേലേ, സിംഹത്തിന്റെ കുഴിയാണോ? അല്ല, അവിടെ വിഷയമല്ലെന്ന്. നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ആമേ സ്തോത്രം, അതേ ദാനിയേലും തന്റെ സഹോദരങ്ങളും നേരിട്ട പ്രതിസന്ധിയുടെ മധ്യേ സ്വർഗം അവരെ ഉയർത്തുവാനിടയായെങ്കിൽ
ആമേ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കൂ, വേദപുസ്തകം ഇപ്രകാരമാണ് നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. തിരുനാമത്തെ സ്നേഹിച്ച പ്രതി തന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഭൂമിയിൽ കടന്നു വന്ന യേശു കർത്താവ് പറയുക, ആമേൻ, ഹല്ലേലൂയ. അവൻ തന്നെ താൻ താഴ്ത്തി, ആമേൻ, സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണ ഭൂമിയിലേക്ക് മനുഷ്യനായി വേഷത്തിൽ വിളങ്ങി അവൻ സ്വർഗത്തെ താണ ലോകത്തേക്ക് ഇറങ്ങി വന്നവനെ സ്വർഗം എന്ത് ചെയ്തെന്നറിയാമോ? തിരുനാമത്തിന് വേണ്ടി നിന്നവനെ, ആമേ, ഗത്സമനയിൽ തിരുനാമത്തിന് വേണ്ടി നിന്നവനെ, ആമേ, ക്രൂശ് ചുമക്കുമ്പോൾ തിരുനാമത്തിന് വേണ്ടി നിന്നവനെ, രണ്ട് കള്ളന്മാരുടെ മധ്യേ നിന്ദിതനായി, പരിഹാസിയായി, കോലുകൊണ്ട് അടിയേറ്റവനായി, തുപ്പലേറ്റവനായി, മുൾക്കിരടധാരിയായി, കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തേൽക്കപ്പെട്ടവനായി, ചാട്ടവാറ കൊണ്ട് അടിയേറ്റപ്പെട്ടവനായി, ആമേൻ, ഹല്ലേലൂയ, പരിഹാസിയായി, ആമേൻ, പരിഹസിക്കപ്പെട്ടവനായി, ജനത്തിന്റെ മധ്യേ നിന്ദിതനായി തീർന്ന യേശുവിനെ നോക്കൂ. അവൻ തന്നെ താൻ തിരുനാമത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് താഴ്ത്തി. പക്ഷെ അടുത്ത കാര്യം നാം പ്രകാരമാണ് വായിക്കുന്നത്, സകല നാമത്തിലും മേലായ നാമം അവന് നൽകി. ഈ പകൽ നിന്റെ വിഷയം ഒന്ന് ചെറുതാ, ആമേൻ, സ്തോത്രം. നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി, ആമേൻ, അത് ചെറിയ പ്രതിസന്ധിയാ. യേശു കർത്താവിൻ്റെ, ആമേൻ, ആ താഴ്ചയോടൊന്ന് ചേർത്ത് പഠിച്ചാൽ അതൊന്നുമല്ലെന്ന്. എന്നാൽ ഈ ദിവസങ്ങൾ ആ പ്രതിസന്ധിയുടെ മധ്യേയും നിന്നെ കൈവിടാതെ സ്വർഗം പറയുന്നു, അതിന് മധ്യേയും ഞാൻ നിന്നെ ഉയർത്തുന്ന ദൈവമാ. തിരുനാമത്തെ സ്നേഹിപ്പാൻ നിനക്ക് കഴിയുമോ? ഗത്സമനയിൽ തിരുനാമത്തെ സ്നേഹിപ്പാൻ കഴിയുമോ? ക്രൂശിന്റെ അനുഭവത്തിൽ, ആമേൻ, കാൽവരിയുടെ അനുഭവം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, കുണ്ടറയുടെ അനുഭവം കടന്നു വരുമ്പോൾ, കാരാഗ്രഹത്തിന്റെ അനുഭവം കടന്നു വരുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവർ നിനക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ, തിരുനാമത്തെ സ്നേഹിക്കുന്ന ജീവിതമേ, സ്വർഗം പറഞ്ഞു അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാ. ഇത് പ്രകാരം ദൈവസന്നിധിയിൽ പറയുകയാണ്. എന്താ പറഞ്ഞത്? തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കലേക്ക് 2 ശമൂവേൽ 24:14 വായിച്ചത് എന്താണ്? ദൈവത്തിന്റെ കയ്യിൽ വിടുന്നത് നല്ലത്. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് കുണ്ടറയാണെങ്കിൽ ആ കുണ്ടറയിൽ നിന്ന് സ്വർഗമവനെ വലിച്ചു പുറത്തിടും. ആമേ, കാരാഗ്രഹമാണെങ്കിൽ ആ ബന്ധനത്തിനകത്തുനിന്ന് സ്വർഗം അവനെ പുറത്തു കൊണ്ടുവരും. ആമേ, സ്തോത്രം. അങ്ങനെയെങ്കിൽ അതേ കഴുത്തിനൊപ്പം ചെളിയിൽ യിരെമ്യാ പ്രവാചകനെ ഇറക്കി നിർത്തിയിരിക്കുക. പക്ഷേ ഒരു ദിവസമുണ്ട് അവനെ പുറത്തു കൊണ്ടുവരുന്ന ദിവസം. തിരുനാമത്തെ പ്രതി കഷ്ടം സഹിച്ചവർ, തിരുനാമത്തെ പ്രതി നിന്നയച്ചവർ, തിരുനാമത്തെ പ്രതി പരിഹാസമേറ്റവർ, തിരുനാമത്തെ പ്രതി ഈ ലോകത്തിൽ സകലരും വെറുക്കപ്പെട്ടവർ, സ്വർഗം പറഞ്ഞ് ഞാൻ നിങ്ങളെ കൈവിടുന്ന ദൈവമല്ല. എനിക്ക് വേണ്ടി നിങ്ങൾ നിന്നാൽ നിങ്ങളെ ഞാൻ മാനിക്കുന്ന ദൈവമാ. ഞാൻ നിങ്ങളെ തളർത്തുന്ന ദൈവമല്ല, ഞാൻ നിങ്ങളെ കരം പിടിച്ച്, ആമേൻ, ഉയർത്തുന്ന ദൈവമാ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് സുപരിചിതമാണ്. എന്താണ് പറയുന്നത്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, കേട്ടോ. അപ്പൊ തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക്, വായിച്ചാട്ടെ, ചേർന്ന് പറഞ്ഞേ, ഒരുക്കിയിട്ടുള്ളത്. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ചേർന്ന് പറഞ്ഞേ. ആ പുസ്തകം എടുത്ത് എവിടെയാ? 1 കൊരിന്ത്യർ 2:9. 1 Corinthians chapter 2 verse 9. കുഞ്ഞുങ്ങളൊന്ന് ചേർന്ന് ഒന്ന് വായിച്ചേ എന്നോടൊപ്പം, എല്ലാവരും ഒരുമിച്ച്. കുഞ്ഞുങ്ങൾ, എൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്കോ. ഒരുമിച്ച് കേട്ടിയോ? ഒരുമിച്ചൊന്ന് വായിച്ചേ. 1 Corinthians chapter 2. ബോയ്സ് സൗണ്ട് വരട്ടെ. ബോയ്സിന് സൗണ്ട് ഇല്ലേ? മൈക്ക് വേണ്ട. മൈക്കില്ലാതെ ഒരുമിച്ച് വായിക്കാനാ പറഞ്ഞത്. കേട്ടോ, നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നുകയില്ല. ഒരു മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാത്തക്ക നിലയിൽ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാ.
യോസെഫിൻ്റെ സഹോദരന്മാർ ചിന്തിച്ചതല്ലെന്ന്, അവിടെ ഹൃദയത്തിനകത്ത് തോന്നാത്തതാ, അവരുടെ കണ്ണുകൊണ്ട് അവർ കണ്ടിട്ടില്ലാത്ത കാര്യമാ മിസ്രയീമിൽ യോസഫിൽ കൂടെ സ്വർഗം ചെയ്തതെങ്കിൽ ഈ പകൽ ആമേൻ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലേ, ആമേൻ ഹല്ലേലൂയ, പ്രിയ കുഞ്ഞെ, ആമേൻ നിങ്ങൾ ഈ പുസ്തകം എടുത്ത് യേശു കർത്താവിനെ പിൻപറ്റുന്നത് കൊണ്ട് നിങ്ങൾ നിന്ദിതരായി തീരുകയില്ല. കാരണം എന്തെന്നറിയാമോ? സ്വർഗം ഈ ഭൂമിയിൽ നിങ്ങളെ ആദരിക്കുന്ന ദൈവമാ. ഈ ദൈവത്തിന് വേണ്ടി നിങ്ങൾ വില കൊടുത്താൽ, ഈ പുസ്തകത്തിന് ചുമക്കുന്ന പുസ്തകത്തോട് നീതി പുലർത്തിയാൽ, ഈ പുസ്തകത്തെ നിങ്ങൾ ആദരിച്ചാൽ, ഈ പുസ്തകത്തെ നിങ്ങൾ സ്നേഹിച്ചാൽ, ഈ ദൈവത്തെ നിങ്ങൾ കരുതിയാൽ, ഈ ദൈവത്തോടൊപ്പം നിങ്ങൾ നടന്നാൽ, ഈ ദൈവത്തോടൊപ്പം നിങ്ങൾ ആമേൻ യാത്ര ചെയ്താൽ, ആമേൻ ഈ ദൈവത്തിന്റെ നാമം അതരങ്ങളിൽ എടുത്താൽ, യേശുവിന്റെ നാമം ആമേൻ വിശ്വസിച്ചാൽ, ആമേൻ ഹൃദയത്തിൽ ആഴമായി ഈ ദൈവത്തെ വിശ്വസിച്ചാൽ, അവൻ നിങ്ങളെ തള്ളിക്കളയുന്ന ദൈവമല്ല. പിന്നെയോ ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ടോ ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ടോ കാണുവാനോ കേൾക്കുവാനോ കഴിയാത്ത നിലയിൽ ചില ദൈവിക പദ്ധതികൾ നിങ്ങളോടുള്ള ബന്ധത്തിൽ സ്വർഗം വെളിപ്പെടുത്തുന്ന ദൈവമാ. യേശുവിന്റെ നാമത്തിൽ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് വായിക്കേണ്ട വാക്യമാണല്ലോ റോമർക്ക് എഴുതിയ ലേഖനം 8:28. ഇപ്രകാരമാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും സകലവും ആമേൻ. ഈ സകലം എന്നുള്ളതൊന്ന് ചിന്തിക്കണം. ഈ സകലം എന്ന് പറഞ്ഞാൽ അത് കഷ്ടതയായിരിക്കാം. ഈ സകലതും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിന്റെ രോഗമായിരിക്കാം. ഈ സകലതും എന്ന് പറഞ്ഞാൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏകാന്തതയായിരിക്കാം, ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറിയ പ്രതിസന്ധിയായിരിക്കാം, കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, അതേ ഫിനാൻഷ്യലായിട്ടുള്ള വിഷയമായിരിക്കാം, നിന്റെ ആത്മിക ജീവിതമായിരിക്കാം. സ്വർഗം പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. എന്താണ്? സകലതും ദോഷമായെന്നല്ല, സകലതും തിന്മയായെന്നല്ല, സകലതും പ്രതിസന്ധിയാണെന്നല്ല പറഞ്ഞത്. പിന്നെയോ ചേർന്ന് പറഞ്ഞാട്ടെ, സകലതും നന്മയ്ക്കായി. ആമേൻ. ഈ ദിവസത്തെ പ്രശ്നത്തെ നോക്കി ദൈവജനം പറഞ്ഞാട്ടെ, ഓ ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടത അത് നന്മയ്ക്കായി തീർക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. അതേ വഴി അടഞ്ഞെന്ന് ചിന്തിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞാട്ടെ, ആ വഴിയെ നന്മയായി തീർക്കുവാൻ, അതിനെ തുറന്നു തരുവാൻ, ആമേൻ 12 നീരുറവകളെ തുറക്കുവാൻ കഴിയുന്ന ദൈവം, ആ വഴിയെ തുറന്നു തരുന്ന ദൈവമാ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, തിരുനാമത്തെ സ്നേഹിക്കുന്ന ആമേ സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു. ഒരു പക്ഷേ അത് ആമേ സ്തോത്രം നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. പറയും, ആമേൻ ഈ ഇത്ര വലിയ പ്രതിസന്ധി ഇതൊക്കെ നടക്കുമോ? ആമേൻ ഹല്ലേലൂയ. ആമേൻ സാധ്യതകളൊന്നും കാണാതിരിക്കുമ്പോൾ, എല്ലാ വാതിലുകളും അടയുമ്പോൾ, ആമേൻ ചിന്തിച്ചതൊന്നും നടക്കുന്നില്ലെന്ന് കാണുമ്പോൾ, സ്തോത്രം ആരുടെയും സഹായമില്ലെന്ന് തോന്നുമ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിക്കും. പക്ഷെ സ്വർഗം പറഞ്ഞു, സാധ്യതകളൊന്നും കാണുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് വേണ്ടി ഇറക്കി തരുന്ന ദൈവമാ. ആമേൻ സാധ്യതകൾ ഒന്നും കാണുന്നില്ലെങ്കിൽ ആമേൻ ഏലിയാവിന്റെ കാക്കയെ നിനക്ക് വേണ്ടി ഇറക്കി തരുന്ന ദൈവമാ. സാധ്യതകൾ ഒന്നും കാണുന്നില്ലെങ്കിൽ ശൂന്യമായതിനെ ഞാൻ നിറച്ചു തരുന്ന ദൈവമാ. സാധ്യതകൾ ഒന്നും കാണുന്നില്ലെങ്കിൽ സകലതും കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഏലിയാവേ നീ കേൾക്കുന്നില്ലേ? ആ മഴയുടെ മുഴക്കം കേൾക്കുന്നില്ലേ? ഒരു കൈപ്പത്തി പോലെ ഒരു മേഘം എന്നെ സ്നേഹിക്കുന്ന ഏലിയാവേ, നിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി ഞാനൊന്ന് പ്രതിഫലിപ്പിക്കുന്ന ദൈവമാ. എല്ലാം മറഞ്ഞു പോയി, എല്ലാം തീർന്നു പോയി എന്ന് പറയുമ്പോൾ സ്വർഗം ദൈവജനത്തോട് പറയുന്ന ദൂതാണ്, അവൻ കൈപ്പത്തി പോലെ ഒരു മേഘം. അത് തിരുനാമത്തെ സ്നേഹിക്കുന്നവൾക്ക്, തിരുനാമത്തെ സേവിക്കുന്നതിന് വേണ്ടിയുള്ള ദൂത. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്തു, വിശ്വാസത്തോടെ ഏറ്റെടുത്തോളൂ. തിരുനാമത്തെ സ്നേഹിക്കുന്ന ജീവിതമേ നിനക്കുള്ള ദൂത, കൈപ്പത്തി പോലെ ഒരു മേഘം.
3 വർഷത്തിൽ പരമായി ദേശം ആമേൻ ഹല്ലേലൂയ കൃഷി ചെയ്യുവാൻ യോഗ്യമല്ലാതെ, മഴയോ വെള്ളവുമില്ലാതെ ഭാരപ്പെടുമ്പോൾ ആമേൻ ഭക്തൻ മുട്ടുമടക്കിയപ്പോൾ, തിരുനാമത്തെ സ്നേഹിക്കുന്നവൻ മുട്ടുമടക്കിയപ്പോൾ കൈപ്പത്തി പോലൊരു മേഘം കയറി വരികയാ. കേട്ടോ, സ്തോത്രം. തലമുറകളോടുള്ള ബന്ധത്തിൽ ആമേൻ ഹൃദയം നീറുന്ന പിതാവേ, മാതാവേ, ഹല്ലേലൂയ, ആമേ സ്തോത്രം. ഒന്ന് വിശ്വസിച്ചു, ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തു. ആമേ കാർമേഘ പടലം കണക്ക് ഭാവിയെ ഇരുണ്ട് മൂടി നിൽക്കുമ്പോൾ ആമേ ശത്രു പറയുമായിരിക്കും, നിന്റെ സന്തതി, നിന്റെ തലമുറ നന്മ പ്രാപിക്കുകയില്ല, ആമേ എന്നേക്കുമായി താളടിയായി പോകും, നിന്റെ തലമുറ കൊണ്ട് ആമേ ഒന്നും നേടുവാൻ കഴിയുകയില്ല, ഞാൻ അതിനെ തകർക്കുമെന്ന് പറയുമ്പോൾ ഭക്ത ആമേ ഈ ദിവസങ്ങളിൽ ഒന്ന് മുഴങ്കാലുമേ ഇരുന്നു. ആമേ വിശ്വാസത്താൽ ഒന്ന് ഏറ്റു പറഞ്ഞു, പ്രാർത്ഥനയാലും ഉപവാസത്താലും ഈ ജാതി വിട്ടുമാറും. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, ദൈവനാമത്തെ സ്നേഹിക്കുന്ന ജീവിതമേ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഒടുക്കി കളയുവാൻ, നിങ്ങളെ തകർത്ത് കളയുവാൻ അവൻ ശത്രുവിന് കഴിയുകയില്ല. അവൻ നിങ്ങളെ കരങ്ങളിൽ ഉയർത്തുന്ന ദൈവമാ, അടഞ്ഞതിനെ അവൻ തുറന്നു തരുന്ന ദൈവമാ. അവന്റെ കയ്യിൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും ആമേൻ ഹല്ലേലൂയ താക്കോൽ അവന്റെ കയ്യില. അവൻ നിങ്ങൾക്കായി തുറന്നു തരുന്ന ദൈവമാ. അടഞ്ഞു എന്ന് പറഞ്ഞതിനെ തുറക്കുന്ന ദൈവമാ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന സ്വർഗീയ സാന്നിധ്യം ഈ പകൽ അനുഭവിക്കുന്നവർ ദൈവത്തെ ആത്മാവിലും ആരാധിച്ച് ആമേൻ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ Hallelujah. Praise God. Hallelujah. തന്നെ സ്നേഹിക്കുന്നവർക്ക് ആമേ സ്വർഗം പലതും വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചന ഭാഗം ഒന്ന് വായിച്ചാട്ടെ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും.
അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക്. ആരാണ് തന്നെ സ്നേഹിക്കുന്നത്? 1, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. 2, കൊള്ളാകുന്നവനായി തെളിഞ്ഞവൻ. അപ്പോൾ നാം ഇത്രയും സമയം തിരുനാമത്തെ സ്നേഹിക്കുന്നവരെ പറ്റി പറഞ്ഞു. നമുക്ക് അല്പം സന്തോഷമുണ്ടായി, ശരിയാ. പക്ഷേ അത് ആരാണ് തിരുനാമത്തെ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ യാക്കോബ് പറയുന്നു, 1 ആരാണ്? പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ്. ആമേൻ, സ്തോത്രം. ഒത്തിരി പേര് പരീക്ഷ സഹിക്കുന്നുണ്ട്, പക്ഷേ കൊള്ളാകുന്നത് വളരെ കുറവാണ് കേട്ടോ. പരീക്ഷ ഒത്തിരി പേര് സഹിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ, പക്ഷെ സ്വർഗം നോക്കുന്നത് അതിനകത്ത് കൊള്ളാകുന്ന ചിലതിനെയാ. അങ്ങനെയെങ്കിൽ ഈ പകൽ ഹൃദയത്തിനകത്ത് നീ കടന്നു പോകുന്ന പരീക്ഷയുണ്ടല്ലോ, ആമേൻ, അത് അഗ്നിയുടെ ശോധനയായിരിക്കാം, ആമേൻ, പെരുവെള്ളത്തിന്റെ അനുഭവമായിരിക്കാം, ആമേൻ, ഹല്ലേലൂയ. പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി മലവെള്ള പാച്ചിൽ പോലെ കടന്നു വരുമ്പോൾ അതിൻ്റെ അകത്ത് ആമേൻ പരീക്ഷ സഹിക്കുന്ന സഹോദര സഹോദരി കൊള്ളാകുന്നവനായി തെളിഞ്ഞാൽ സ്വർഗം തരുന്ന പേരാ ദൈവനാമത്തെ സ്നേഹിക്കുന്നവൻ എന്നുള്ള പേര്. പ്രൈസ് ഗോഡ്. അപ്പോ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന് എന്താണ്? നാം കൊള്ളാകുന്നവരാകുമോ എന്നുള്ളതാണ്. ആമേൻ, സ്തോത്രം. നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ വേണമെന്നേ, നമുക്ക് സംഭവം നമ്മുടെ ജീവിതത്തിൽ ശിഷ്ട ആയുസ്സിലൊക്കെ നന്മകളൊക്കെ ഭൂമിയിൽ ആവശ്യമാണ്, വേണ്ടെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ സ്വർഗം പറഞ്ഞു, നീ കൊള്ളാകുന്നവനാണോ? ആമേൻ, സ്തോത്രം. വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. പിന്നെ ദൈവം വേറെ ശോധന ചെയ്തോളും. അത് 2. ഫസ്റ്റ് പ്രയോറിറ്റി ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ ഒരു വിഷയത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ തോന്നണം, ഞാൻ വിശ്വാസത്തിൽ തന്നെയാണോ, ഞാൻ ദൈവവചനത്തിൽ തന്നെയാണോ നിൽക്കുന്നത്, ഞാൻ അപ്പൻ്റെ സന്നിധിയിൽ തന്നെയാണോ നിൽക്കുന്നത്, ആമേൻ, ഞാൻ വിശുദ്ധിയിൽ തന്നെയാണോ നിൽക്കുന്നത്, ഞാൻ ദൈവഹിത പ്രകാരമാണോ നിൽക്കുന്നത് എന്നൊന്ന് ശോധന ചെയ്താൽ സ്വർഗം പറയുന്നു അങ്ങനെയുള്ളതിനെ, ആമേൻ, സ്തോത്രം, ഞാൻ പറയും അത് തിരുനാമത്തെ സ്നേഹിക്കുന്നതാണ്. 2, സ്വർഗം തരുന്ന പരീക്ഷകളുണ്ട്. ആമേൻ, അവൻ ബാലശിക്ഷ കഴിക്കുകയായിരുന്നു. ആ ബാലശിക്ഷയിൽ കൊള്ളാകുന്നതായി പിറുപിറുക്കാത്തത്, ആമേൻ, അത് പുറത്തു വന്നാൽ, മറുത്തു നിൽക്കാത്തത് പുറത്തു വന്നാൽ, ആമേൻ, വിശ്വാസത്തിൽ ക്ഷീണിക്കാത്തത് പുറത്തു വന്നാൽ, വിശ്വാസം ത്യജിക്കാത്തത് പുറത്തു വന്നാൽ, ആമേൻ, സ്ഫുടം ചെയ്ത് പുറത്തു വരുന്നത്, ആമേൻ, സ്തോത്രം, കീടം നീക്കി, ആമേൻ, അതിലെ മാലിന്യത നീക്കി, ആമേൻ, നല്ല മുത്തായി പുറത്തു വരുമ്പോൾ സ്വർഗം ഇപ്രകാരം എഴുതും, ഇതാത്രേ തിരുനാമത്തെ സ്നേഹിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെയുള്ളവരെ വെറുതെ വിടുമെന്നാണോ പറഞ്ഞേ? കൊള്ളാകുന്നതിന് എന്ത് കൊടുക്കുമെന്നാ പറഞ്ഞേ? ജീവന്റെ കിരീടമുണ്ടെന്ന്. ആമേൻ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒരു നിത്യത നിങ്ങൾക്കുണ്ടെന്ന്. നമ്മുടെ ലക്ഷ്യം നിത്യതയാ. ആമേൻ, സ്തോത്രം. ജീവന്റെ കിരീടം എന്ന് പറഞ്ഞാൽ കിരീടം വെച്ചിനെ കസാരയിൽ ഇരുന്ന് കൊള്ളാമെന്നല്ല പറഞ്ഞത്. ആമേൻ, നിലനിൽക്കുന്ന ഒരു ജീവിതം, ആമേൻ, തന്നെ സ്നേഹിക്കുന്നവർക്ക് സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. ആമേൻ, ജീവിതത്തിൽ പ്രത്യാശ നിങ്ങൾ കൈവിടപ്പെടേണ്ട. ഒരു പക്ഷേ ഈ ഭൂമിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സകലത്തിനും മറുപടി ലഭിച്ചില്ലെന്നിരിക്കും, നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെന്നിരിക്കും. പക്ഷേ കൊള്ളാകുന്നവനായി തിരുനാമത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ആമേൻ, സ്തോത്രം, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. അവൻ പറയും, നിങ്ങൾക്കായി ഞാനൊരു ജീവന്റെ കിരീടം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ യാക്കോബിന്റെ ലേഖനം തന്നെ ഒന്ന് താഴോട്ട്, സ്തോത്രം, ഒന്ന് വായിക്കും. അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ 2:5 വായിച്ചേൻ. പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത അതാണ് നമ്മുടെ വിഷയം. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് എന്തു ചെയ്തു? തിരഞ്ഞെടുത്തില്ലയോ? പ്രൈസ് ഗോഡ്. ആരെയാണ് സ്വർഗം തിരഞ്ഞെടുത്തത്? ലോകത്തിൽ ദരിദ്രരായവരെ. ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായിരുന്നവരായിരുന്നു നാം അല്ലെന്ന്. പ്രൈസ് ഗോഡ്. ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുവാൻ തക്കവണ്ണ യോഗ്യതകളൊന്നുമില്ലായിരുന്നു, അല്ലേ? അപ്പർ മിഡിൽ ക്ലാസ്സുമല്ല, ഒരു ലോവർ മിഡിൽ ക്ലാസ് സിസ്റ്റത്തിൽ നിന്നവരായിരുന്നു. പക്ഷേ
അങ്ങനെ ദരിദ്രരായവരെ, ആ പ്രകാരം വിശ്വാസത്തിൽ ദരിദ്രരായതിനെ കൂടെ ചേർത്ത് വായിക്കാം. അങ്ങനെ ദരിദ്രരായവരെ എന്താക്കി തീർത്തു? വിശ്വാസത്തിൽ സമ്പന്നരാക്കി തീർത്തു. എന്ന് പറഞ്ഞാൽ തിരുനാമത്തെ സ്നേഹിക്കുന്നവൾക്ക് സ്നേഹിക്കുന്ന എന്തുണ്ട്? വിശ്വാസത്തിൽ എന്തുണ്ട് വേണം? പറഞ്ഞാട്ടെ, വിശ്വാസത്തിൽ സമ്പന്നത വേണം. ആമേൻ. ഞാൻ തിരുനാമത്തെ സ്നേഹിക്കുന്നത് 10 പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് വാതിൽ തുറക്കുകയില്ല. വാതിൽ തുറക്കണമെങ്കിൽ വിശ്വാസത്തിൽ സമ്പന്നത കൈ മുതലായിട്ട് വേണം. അമേ സ്തോത്രം. വിശ്വാസത്തിൽ സമ്പന്നത കൈ മുതലായിട്ട് നിന്നാൽ അമേ നിന്റെ മുമ്പിൽ യോർദാൻ കര കവിഞ്ഞോട്ടെ അത് 2ആയിട്ട് മാറും. വിശ്വാസത്തിൽ സമ്പന്നതയായിട്ട് നിന്നോ. ആമേൻ. ഹല്ലേലൂയ. നീ ഒരു വാക്ക് പറഞ്ഞാൽ, നീ ഒന്ന് ആരാധിച്ചാൽ കാരാഗ്രഹത്തിന്റെ ചങ്ങലകൾ അഴിഞ്ഞു മാറും. ആമേൻ. വിശ്വാസത്താൽ സമ്പന്നതയെ നിലനിന്നോ. നിന്റെ മുമ്പിൽ അടഞ്ഞ വാതിലുകൾ സ്വർഗം ഒന്നൊന്നായി തുറന്നു തരുവാൻ മതിയായ ദൈവമാ. ചുമ്മാ കയറി ഐ ലവ് യു ഗോഡ് എന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. സ്തോത്രം. ഐ ലവ് യു ഗോഡ് എന്നൊക്കെ നമ്മുടെ കാറിൻ്റെ പുറകിലും വണ്ടിയുടെ പുറകിലും നമ്മുടെ വീട് ചുമരയിലൊന്നും എഴുതി വെച്ചിട്ട് കാര്യമില്ല. ആമേൻ. ഇവിടെ പറയുന്നു തിരുനാമത്തെ സ്നേഹിക്കുന്ന വിശ്വാസത്തിൽ എന്തായിത്തീരണം? ഒന്ന് ഉറക്കെ പറഞ്ഞ് സമ്പന്നരായി തീരണം. ആമേൻ. ബാങ്ക് ബാലൻസ് കൂട്ടിയിട്ടാൽ ആമേൻ ഹല്ലേലൂയ വെട്ടിപ്പിടിക്കുവാൻ ഇനി ഭൂമികളിലെന്ന് പറഞ്ഞാലും ആമേൻ സ്തോത്രം എല്ലാത്തരം ഡെപ്പോസിറ്റ് ഏതൊക്കെ ഡിബെഞ്ചറോ അല്ലെങ്കിൽ ഏതൊക്കെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം നിലവാരത്തിൽ നീ സ്വരൂപിച്ച് വെച്ചാലും സ്വർഗം പറഞ്ഞു അത് പുഴുവും തുരുമ്പും ഒക്കെ തിന്നു കളയുന്നതാ. പക്ഷേ നിനക്ക് സമ്പന്നനാകാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അതിനൊരു മൂലധനത്തിൻ്റെ ആവശ്യമില്ല, അതിനൊരു ഡെപ്പോസിറ്റിൻ്റെ ആവശ്യമില്ല. നീ വിശ്വസിച്ചാൽ മതി, നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ പകലൊന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, വിശ്വാസത്തിൻ്റെ സമ്പന്നത. ആമേൻ. കുഞ്ഞുങ്ങളൊന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, വിശ്വാസത്തിൻ്റെ സമ്പന്നത. ആമേൻ. വിശ്വാസത്തിൻ്റെ സമ്പന്നത നിങ്ങൾക്കുണ്ടെങ്കിൽ ആമേൻ നിങ്ങൾ പോകുന്ന സ്കൂളുകളിൽ, നിങ്ങൾ പോകുന്ന കോളേജിൽ ആമേൻ ദൈവം നിങ്ങളുടെ തലകളെ ഉയർത്തുന്ന ദൈവമാ. ആമേൻ. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയതിന് സ്വർഗത്തിന് ചേർത്ത് നടത്തുവാൻ കഴിയുകയില്ല. വിശ്വാസത്തിൽ സമ്പന്നനായവന് സ്വർഗം എന്ത് ചെയ്യും? അതിനെ സ്വർഗം പണിയുന്ന ദൈവമാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാട്ടിലെ ഒറ്റപ്പെട്ട ജീവിതമാ ഇത് എഴുതിയ ഭക്തനായ ദാവീദിന്. പക്ഷേ അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല കേട്ടോ. ആമേൻ. തനിച്ചാണ് അബ്രഹാം ഇറങ്ങിയത്, പക്ഷേ അവൻ്റെ പേര് വിശ്വാസികളുടെ പിതാവെന്ന. കാരണം അതാണ് വിശ്വാസത്തിൻ്റെ സമ്പന്നത. ആമേൻ സ്തോത്രം. തനിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങി ഈ മാർഗത്തിനകത്ത് വന്ന് ആമേൻ പരിഭവിക്കുകയല്ല വേണ്ടത്. ഇതിനകത്ത് പെട്ടുപോയല്ലോ എന്നല്ല പറയേണ്ടത്. ഇതിനകത്ത് നിന്റെ കണക്ക് കൂട്ടലുകളെ ഒന്ന് മാറ്റി വെച്ചേച്ച് ദൈവമേ ദിവസങ്ങൾ ഒരു തീരുമാനം എടുക്കുക. എൻ്റെ അപ്പനും അമ്മയും പിൻപറ്റിയ ദൈവത്തെ ഹല്ലേലൂയ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിശ്വാസത്തിൽ സമ്പന്നനായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ ആമേൻ ചില പദ്ധതികൾ, ചില വഴികൾ നിങ്ങളോടുള്ള ജീവിത യാത്രയിൽ സ്വർഗം നൽകുവാൻ മതിയായ ദൈവമാ. ഇവിടെ പറയുന്നത് എന്താണ്? അപ്പോൾ വിശ്വാസത്തിൽ സമ്പന്നനായർ തന്നെ പിന്നെ പറയുന്നതാണ് സ്നേഹിക്കുന്നവർക്ക്. അവരാണ് ദൈവം ചെയ്യുന്നത് സ്നേഹിക്കുന്നത് അല്ലേ? എന്താണ്? ആത്മീകമായിട്ട് ദൈവത്തോടു കൂടെ നടക്കുന്നതിനെയാണ് ദൈവം ചെയ്യുന്നത് സ്നേഹിക്കുന്നത്. അല്ലാതെ വല്ലപ്പോഴും ഒക്കെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിനൊന്നും കർത്താവിന് ആവശ്യമുണ്ടോ? കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാ. സ്തോത്രം പോയി. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാ വിശ്വാസത്തിൽ സമ്പന്നത വെളിപ്പെടേണ്ടത് കേട്ടോ. ആമേൻ. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ടൊന്നും പ്രയോജനമില്ല. വിശ്വാസത്തിൽ സമ്പന്നനായിട്ട് നീ ഒരൊറ്റ വിളിച്ചാൽ മതി, സ്വർഗം അവിടെ ഇറങ്ങി വരുന്ന ദൈവമാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ സമ്പന്നനായ ഏലിയാവ് ആമേൻ ബാലിൻ്റെ പുരോഹിതന്മാർ നിർത്തി ആമേൻ ഒരൊറ്റ പ്രാർത്ഥനയാ, സ്വർഗമേ തീ ഇറക്കണമേ എന്നുള്ളൊരൊറ്റ പ്രാർത്ഥന. ആമേൻ. വിശ്വാസത്തിൽ സമ്പന്നനായവൻ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ ലേഖകൻ എഴുതി വെച്ചു, ഏലിയാവോ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏലിയാവ് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്ന് തീ ഇറങ്ങി
എങ്കിൽ ആമേൻ സമസ്വഭാവമുള്ള ആമേൻ ഹല്ലേലൂയ വിജോഷ് പാസ്റ്ററെ, സമസ്വഭാവമുള്ള ലിൻസി കൊച്ചമ്മയെ നിങ്ങൾ പ്രാപിച്ചാൽ സ്വർഗം തുറക്കാതിരിക്കുമോ? വിശ്വാസത്തിൽ സമ്പന്നതയായ നീ പ്രാപിച്ചാൽ സ്വർഗം തുറന്ന് ആമേൻ ജീവിത യാത്രയിൽ നിങ്ങളുടെ മുഖത്തെ ആദരിക്കും. അടുത്ത വാക്യം എന്താണ് പറയുന്നത്? വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്നേഹിക്കുന്നവർക്ക് എന്തുണ്ട്? ഓൾവേസ് പ്രോമിസ് ഈസ് ദർ. എല്ലായ്പ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ട് കേട്ടോ. യാക്കോബ് 1:12 അങ്ങനെയല്ലേ വായിച്ചത്? അവിടെ വായിച്ചത് എന്താണ്? തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവന്റെ കിരീടം. ഇവിടെ എന്താണ്? വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികൾ. ആർക്ക്? തിരുനാമത്തെ, നമ്മുടെ കുറിവാക്യം അതാ, തിരുനാമത്തെ. അപ്പൊ തിരുനാമത്തെ സ്നേഹിച്ചാൽ വെറും കയ്യോടെ ദൈവം മടക്കി വിടുമെന്നല്ല പറഞ്ഞത്. തിരുനാമത്തെ സ്നേഹിക്കുന്നതിനോടൊക്കെ ദൈവത്തിന് വാഗ്ദത്തമുണ്ട്. ആമേ സ്തോത്രം. ഈ പകൽ ഒരു കാര്യം ഓർത്തു. ആമേ വിശ്വാസത്തിൽ സമ്പന്നനാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നിന്റെ തലമേൽ ദൈവിക വാഗ്ദത്തത്തിന്റെ കൂമ്പാരങ്ങളുണ്ട്. ആമേൻ. ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോരോ വാഗ്ദത്തങ്ങൾ നിനക്കും നിന്റെ തലമുറയുടെ മേലും സ്വർഗം പകർന്നു തരുന്ന ദൈവമാ. ആമേൻ. ഹല്ലേലൂയ. അത് ജീവന്റെ കിരീടമാകട്ടെ, ആമേൻ, വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളാകുന്ന കാര്യമാകട്ടെ, ശിഷ്ടായുസിൽ ഈ ഭൂമിയിൽ നിനക്ക് ആവശ്യമുള്ള വസ്തുതകളുടെ മേലെ സ്വർഗത്തിനൊരു പ്രോമിസ് ഉണ്ട്. ഈ പകൽ ആമേൻ വാഗ്ദത്തം ഇല്ലാത്തവർ ആരെങ്കിലും ഇവിടെ കേൾക്കുന്നുണ്ടോ? ഇല്ലെന്ന്. മിനിമം ഒരു പാസ്റ്റർ, ഒരു പ്രവാചകൻ തലേ കൈവച്ചെങ്കിലും വാഗ്ദത്തം പറഞ്ഞു കാണും. സ്തോത്രം. അല്ലെന്ന്. അതൊക്കെ വിട്ടേര്. ആമേൻ. ഈ പുസ്തകത്തിനകത്ത് വാഗ്ദത്തമില്ലേ? ഈ പുസ്തകത്തിനകത്ത് വാഗ്ദത്തമില്ലേ? എന്താണ് വാഗ്ദത്തം? വിശ്വാസത്തിൽ സമ്പന്നനാവിനെ നോക്കി കർത്താവ് പറയുക, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നീതിമാൻ ഒന്ന് പറഞ്ഞാട്ടെ, വിശ്വാസത്താൽ ജീവിക്കും. അമേ കെരുത്തിലെ തോടിൻ്റെ വെള്ളം വറ്റിപ്പോയാലും അമേ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും കേട്ടോ. അമേ സ്തോത്രം. ഓ ഗ്ലോറി ടു ഗാഡ്. 4 നാളായി നാറ്റം വമിച്ച ലാസറാണെങ്കിലും ആമേൻ ഹല്ലേലൂയ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും കേട്ടോ. ആമേ കാരാഗ്രഹത്തിലെ ചങ്ങലയിൽ കിടക്കുമ്പോഴും കപ്പൽ ഛേദം വന്ന് മരണത്തെ അഭിമുഖീകരിക്കുമ്പോഴും ഭക്തൻ പറയുന്നത് പ്രകാരമാ. രാത്രിയിൽ ദൈവത്തിനൊരു ദൂതൻ വന്നു പറഞ്ഞു, നിങ്ങളിൽ ഒന്നിന്റെ പോലും ജീവന് ഹാനി വരികയില്ലെന്ന്. ആ നിലയിൽ പറയുവാൻ തന്നെ പ്രേരിപ്പിച്ചത് അവൻ വിശ്വാസത്തിൽ സമ്പന്നനായതുകൊണ്ടാ. അങ്ങനെയെങ്കിൽ പകൽ ഒരു ഉറപ്പ് പ്രാപിച്ചാട്ടെ, ഞാൻ തിരുനാമത്തെ സ്നേഹിക്കുന്നവളാ. തിരുനാമത്തെ സ്നേഹിക്കുന്നതിന് എങ്ങനെ? 1 വിശ്വാസത്തിൽ സമ്പന്നന, 2 പരീക്ഷയിൽ ഞാൻ എന്തു ചെയ്യും? കൊള്ളാകുന്നവളാകും. അങ്ങനെയുള്ളതിനെയാണ് സ്വർഗം പറയുന്നത് തിരുനാമത്തെ സ്നേഹിക്കുന്നത്. എൻ്റെ വാക്കൾക്ക് അവിടെ വിരാമം കുറിക്കുകയാണ്. ആ വാക്യത്തിൻ്റെ ബി പാർട്ട് എന്താണ് വായിച്ചത്? 132 ബി പാർട്ട്. നീ എന്നിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. ഇത് ചേർത്ത് വായിക്കേണ്ടത് 2 ശമൂവേൽ 24:14 എന്ന തിരുവചന ഭാഗത്തോട് ചേർത്ത് വായിക്കണം. സ്തോത്രം. ദൈവം പറഞ്ഞ 3 ന്യായവിധികൾ ദാവീദ് സെലക്ട് ചെയ്ത് എന്താണ്? ദൈവത്തിൻ്റെ കയ്യിൽ വിടുക എന്നുള്ളത്. അപ്പോൾ തിരുനാമത്തെ സ്നേഹിക്കുന്നവരോട് കൃപ ചെയ്യുന്ന ദൈവം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദാവീദ് മുഖാന്തരം ദേശത്തിന് കടന്നു വന്ന ദൈവിക ന്യായവിധിയിൽ തൻ്റെ കൈ എന്ത് ചെയ്തു? പുറകോട്ട് വലിച്ചു, തന്നോട് കൃപ കാണിച്ചു. ആമേൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്നത് കൊണ്ടൊന്നുമല്ല ഇങ്ങനെ നിന്ന് പോകുന്നത് കേട്ടോ. പിന്നെയോ കൃപ ചെയ്യുന്നൊരു ദൈവമുണ്ട്. ആമേൻ. സ്തോത്രം. സമയാസമയങ്ങളിൽ ആമേൻ ഹല്ലേലൂയ നമ്മുടെ സ്വഭാവത്തിൻ്റെ പരുക്കൻ സ്വഭാവവും നമ്മുടെ കോപവും ക്രോധവും ദുശാഠ്യവും ഒന്നപക്ഷവും പകയും പിണക്കവും ഒന്നും കണ്ട് ആമേൻ സ്വർഗം നമ്മോട് കണക്കിടാത്തത് ആ വലിയ ദൈവത്തിന് നമ്മോട് കൃപ തോന്നിയതുകൊണ്ടാ. ഈ പകൽ ആ ദൈവസന്നിധിയിൽ ഒന്ന് കരങ്ങളെ വീശെന്ന് പറഞ്ഞാട്ടെ, അപ്പാ നിന്റെ കൃപ ഒന്ന് മാത്രമാ ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും നശിച്ചു പോകാതെ ഈ ഭൂമിയിൽ നിൽക്കുന്നത്. നമ്മൾ ആഴമായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടൊന്നുമല്ല. ഹല്ലേലൂയ. അവന്റെ കൃപയൊന്നു മാത്രമാണ്. സ്വർഗം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒത്തിരി കാര്യങ്ങൾ ഈ വചനങ്ങളോടുള്ള ബന്ധത്തിലൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വിരാമം കുറിക്കുകയാണ്. തുടർന്നുള്ള പല കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്തെടുക്കേണ്ടതുണ്ടല്ലോ. ഈ സമയം കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ ഒരു പാട്ടോടെ എഴുന്നേൽക്കുകയും പഠിച്ച തിരുവചന ഭാഗങ്ങൾ സഭയുടെ മുമ്പാകെ പ്രസ്താവിക്കും.